നമസ്കാരം. കഴിഞ്ഞ ദിവസം മരിച്ച നവാസ്, കലാഭവൻ നവാസിന്റെ മരണം എല്ലാവരെയും വളരെയധികം വേദനിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തൊരു മരണമാണ്. കാരണം 51 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പറയത്തക്ക ഒരു അസുഖവും ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിൽ 2 ദിവസമായിട്ട് എന്തോ അസ്വസ്ഥത പറയുന്നുണ്ടായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ജീവനുണ്ടായിരുന്നു. CPR കൊടുക്കാനുണ്ടെ അറിയാമായിരുന്ന ഒരാളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ രക്ഷപ്പെട്ടേനെ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് 95 ജനുവരി 8 അനാഥമായ എൻ്റെ കുടുംബത്തെക്കുറിച്ചാണ്. അന്ന് എൻ്റെ അച്ഛന് ഇതുപോലെ നമ്മളിങ്ങനെ പറയുന്ന ഒരു സൗകര്യങ്ങളും ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് 10-15 കിലോമീറ്റർ ബസ്സിൽ യാത്ര ചെയ്താണ് അദ്ദേഹം അന്ന് ആശുപത്രിയിൽ പോയത്. ഇപ്പൊ എവിടെ നോക്കിയാലും അറിയുന്നവരും അറിയാത്തവരും ഡോക്ടർമാരും മറ്റേ ഇൻഫ്ലുവൻസേഴ്സും എല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്നിട്ട് പോലും നമ്മൾ ഇതുപോലെ അജ്ഞത നടിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്ന പോകുന്ന ആ ഒരു കുടുംബത്തിന് മാത്രമാണ് നമുക്ക് ഇങ്ങനെ സഹകരിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. അപ്പം നമ്മൾ ഇപ്പോഴും ഇക്കാര്യങ്ങളിലൊക്കെ കുറച്ച് അലസരാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഒരു 10 പേരുണ്ടെങ്കിൽ അതിൽ 9 പേർക്കും വണ്ടി ഓടിക്കാൻ അറിയും, പക്ഷെ CPR കൊടുക്കാൻ അറിയാവുന്ന ഒരാൾ കൂടി ഉണ്ടാവില്ല. സത്യത്തിൽ അതൊക്കെ സ്കൂളിൽ നിന്നേ പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. കുട്ടികളെ നീന്തൽ പഠിപ്പിക്കേണ്ട അത്യാവശ്യമാണ്. ഒരാൾ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ അവരെ പ്രതിരോധിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. കരാട്ടെ ഉൾപ്പെടെ കുട്ടികളെ പഠിപ്പിച്ചിരിക്കണം. അതുപോലെ നീന്തൽ അത്യാവശ്യമാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ ഒഴുക്കിൽപ്പെട്ട് നീന്തൽ അറിയാൻ മേലാത്ത കുട്ടികൾ മരിക്കുന്നത് നമ്മൾ കണ്ണിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങള് പൊതു സ്ഥലങ്ങൾ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടതിനെ കുറിച്ച്, അല്ലെങ്കിൽ സ്വന്തം ശരീരം സൂക്ഷിക്കേണ്ടതിനെ കുറിച്ച്, ഒരാളെ ആക്രമിക്കാൻ വന്നാൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്കൂളിൽ നിന്ന് CPR കൊടുക്കാനൊക്കെ അത്യാവശ്യമായിട്ടും നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സോമന്റെ കൃതാവ് എന്ന് പറഞ്ഞ സിനിമ നമ്മളൊക്കെ കണ്ടതാണ്. അതിനകത്തൊരു കൊച്ചുകുട്ടി CPR കൊടുക്കുന്നതൊക്കെ കണ്ട് നമ്മൾ കൈയടിച്ചതാണ്. പക്ഷെ നമുക്ക് പലർക്കും അത് അറിയില്ല എന്നുള്ളതാണ് സത്യം. സത്യത്തിൽ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാലം കഴിഞ്ഞു. കാരണം ഈ 30 വർഷം മുമ്പ് എൻ്റെ അച്ഛനുണ്ടായ അതേ അവസ്ഥയാണ് ഇന്ന് ഈ കലാഭവൻ നവാസിനുണ്ടായെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ദുഃഖമുണ്ട്. കാരണം ഇത്രയുമൊക്കെ ടെക്നോളജിയും കാര്യങ്ങളും വികസിച്ച് നമ്മൾ അറിവുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടും ഇങ്ങനെയൊക്കെ ഓരോ അശ്രദ്ധ കൊണ്ട് ജീവൻ പോകുന്നത് നമുക്കൊക്കെ സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ പാഠ്യപദ്ധതികൾ ഉൾപ്പെടുത്തേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം.